ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. നമ്മളിന്ന് ഗോതമ്പ് പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നോർത്ത് ഇന്ത്യൻസ് ഗോതമ്പ് കൊണ്ട് ചപ്പാത്തിയും റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ കയ്യിലേക്ക് ഗോതമ്പ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പുട്ടും ഉണ്ടാക്കാം എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കിന്ന് ആ ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ 1/2 മുറി തേങ്ങ ചിരകിയത്, 2 കപ്പ് ചൂടുവെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചൂടുവെള്ളം വളരെ കുറച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ. അരിപ്പൊടി പോലെ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ പുട്ടിന്റെ പാകത്തിന് കുഴച്ചെടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു പാകം. നമ്മൾ പൊടി കുറച്ച് പൊടിയായിട്ട് കിടക്കുന്നുണ്ടാവും. അതായത് പൊടി കാണുമ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെന്ന് വിചാരിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇതിനിയൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കുക. അല്ലെങ്കിൽ കൈകൊണ്ടായാലും മതി. അപ്പോൾ എല്ലാം നമ്മുടെ അരിപ്പൊടി പോലെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. മിക്സിയിലൊന്ന് ചെറുതായിട്ട് കറക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടും. നമുക്കിനിത് പുട്ടുകണയിൽ വെച്ച് ചുട്ടെടുക്കാം. നമുക്ക് ഇനി പുട്ടുകണയിലേക്ക് വാരിയിടാം. ആദ്യം തന്നെ തേങ്ങ, അതിനുശേഷം നമ്മൾ പൊടിച്ചെടുത്ത് വച്ചിരിക്കുന്ന പുട്ടുപൊടി, വീണ്ടും തേങ്ങ, ഇതിന് ഒരു ഗോതമ്പ് പുട്ടിന് തേങ്ങ ഒരല്പം കൂടുതൽ വേണം. വീണ്ടും പൊടി, ഏറ്റവും മുകളിലായിട്ട് തേങ്ങ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടിന് ആവി വന്നു. അങ്ങനെ നമ്മുടെ പുട്ട് കുത്താൻ റെഡിയായി. നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഗോതമ്പ് പൊടി കൊണ്ട് പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഒന്ന് ഗോതമ്പ് പുട്ടും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.